ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ എല്ലാവരും സ്റ്റോറി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോറി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ ഒപ്പം കൂടിക്കോളൂ. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അച്ഛനും മകനും റെഡിയാകുന്നതായിട്ടാണ്. ഇതിൽ ഈ റെഡിയാകുന്നുള്ള അച്ഛനാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അയാളൊരു വലിയ കമ്പനിയുടെ CEO ആണ്. നമ്മുടെ ഹീറോ ഇപ്പോൾ റെഡിയായി പോകുന്നത് ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു വലിയൊരു പ്രോജക്റ്റിനെ പറ്റിയുള്ള മീറ്റിംഗ്, അതിനെ പറ്റിയുള്ള ഇന്റർവ്യൂ കൊടുക്കാനാണ് പോകുന്നത്. പക്ഷേ അവിടെ ആ ഇന്റർവ്യൂക്കിടയിൽ ഒരു ലേഡി നമ്മുടെ ഹീറോയോട് ഈ മീറ്റിങ്ങിനെ പറ്റിയോ അവൻ പറയുന്ന പ്രോജക്റ്റിനെ പറ്റിയോ അല്ലാതെ ഡയറക്റ്റ് ചോദിക്കുകയാണ്, താങ്കളുടെ കൂടെ എപ്പോഴും ഒരു ചെറിയ കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടി ആരാണ് ശരിക്കും, നിങ്ങളുടെ സ്വന്തം മകനാണോ അത് നിങ്ങൾ ദത്തെടുത്ത് വളർത്തുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പ്രോജക്റ്റിനെ പറ്റിയുള്ള മീറ്റിംഗിൽ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കുക, അല്ലാതെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരും ചോദിക്കാൻ നിൽക്കരുത്, അത് എങ്ങനെയാണെങ്കിലും എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഹീറോ മറുപടി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. ആ ഹീറോയിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് അവൻ്റെ ബോയ് ഫ്രണ്ടും, അതിൻ്റെ അപ്പുറം ഇരിക്കുന്നതാണ് അവൻ്റെ ഗേൾ ഫ്രണ്ടും. അതായത് ഇപ്പോൾ ഹീറോയുടെ ബോയ് ഫ്രണ്ടിനെ ഹീറോയോട് ബ്രേക്കപ്പ് ചെയ്ത് മറ്റു പെൺകുട്ടിയുമായിട്ട് കമ്മിറ്റ് ചെയ്യണം, അതിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീയൊക്കെ എന്താണ് എന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നത്, നിനക്കൊരു കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ബോയ് ഫ്രണ്ടിൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനോട് പറയാണ്, ഇവനൊക്കെ ഒരു പിച്ചക്കാരൻ, ഇവനുള്ള ചോറും ഇവൻ്റെ റൂമിൻ്റെ ചാർജും ഇവൻ്റെ എല്ലാ ഇട്ടിരിക്കുന്ന ഷർട്ടും ഡ്രസ്സിനും ഒക്കെയുള്ള ക്യാഷ് ഞാനായിരുന്നു കൊടുക്കുന്നത്, ഇനി എനിക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇനി നീ ഇതൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഓഫീസാണ്. ഓഫീസ് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോയുടെ മകൻ അവിടെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഹീറോയുടെ മകനെ സംസാരിക്കാൻ പറ്റില്ല, ചെറിയ രീതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റില്ല. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ എഴുതി വെച്ച് മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛൻ വരാത്തതിന്റെ ദേഷ്യത്തിലായിരുന്നു അവൻ അവിടേക്ക് ഫുൾ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ എഴുതി വെച്ച് ഒരു കാർഡ് എടുത്ത് കാണിച്ച് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അച്ഛൻ്റെ കൂടെ കളിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകാൻ സമയമായി, എനിക്കിപ്പോൾ കളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ സങ്കടത്തോടു കൂടി ആ കാർഡ് തിരിച്ചു വെക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, മീറ്റിങ്ങിന് സമയം വൈകി സാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇവൻ ആര് നോക്കുമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇവനെയൊന്നും ആർക്കും നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള സ്റ്റാഫൊക്കെ പിന്മാറുന്നത്. അതായത് ഇവൻ കുറച്ച് ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന ഒരു പയ്യനാണ്, ഇച്ചിരി കുസൃതിയൊക്കെ കൂടുതലുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡോക്ടർമാരുടെ അപ്പോയിൻമെന്റ് ഒക്കെ പറഞ്ഞിരുന്നില്ല, അതൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവരുടെ സ്റ്റാഫ് പറയുന്നുണ്ട്, സാറിന്റെ മകൻ്റേതാണ് അപ്പോയിൻമെന്റ് എന്ന് അറിയുമ്പോൾ എല്ലാവരും പേടിച്ച് ഭയം നോടുകയാണ്, ആർക്കും തന്നെ ഇതിന് താല്പര്യമില്ല. എല്ലാവരും പറയുന്നുണ്ട്, ആ കുട്ടിയാണോ, അയ്യോ നമുക്ക് പറ്റില്ല, ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊക്കെ. അപ്പോൾ അവന് ആകെ ദേഷ്യം വന്നിട്ട് കുട്ടി എടുത്തുകൊണ്ട് തന്നെ മീറ്റിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞാൽ അവൻ കുട്ടി എടുത്തുകൊണ്ട് നേരെ മീറ്റിങ്ങിലേക്ക് പോയി. മറുവശത്ത് നമ്മുടെ ഹീറോയിൻ നല്ല കുടിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ്. അതായത് സങ്കടം കൊണ്ടൊന്നല്ല, അവനെ പോലെ ഒരുത്തന്നെ ബ്രേക്കപ്പ് ചെയ്തില്ലേ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അവൾ ഇരിക്കുന്നത്. ആ സമയത്ത് അവളുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഇതാ നിന്റെ ഈ എക്സ് ബോയ് ഫ്രണ്ട് നീ ചെയ്തു കൊടുത്ത പ്രൊജക്റ്റിന്റെ ഇതൊക്കെ വെച്ച് അതും നിന്റെ പേരും കളഞ്ഞിട്ട് അവൻ അതിന്റെ അവാർഡ് വാങ്ങിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, കാരണം ആ പ്രൊജക്റ്റിലെ 90% ചെയ്തിട്ടുള്ളത് ഇവളാണ്. എന്നിട്ട് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവളുടെ പേരും കട്ട് ചെയ്തെടുത്തിട്ട് അവൻ ഒറ്റയ്ക്ക് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ശരിയാവുന്നത്, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാനുള്ള രീതിയിൽ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വാഹനവും പിടിച്ച് ഈ അവാർഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ അവാർഡ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയും കൂടി എത്തിയിരിക്കുന്നത്. അതായത് ഹീറോ അവിടെ ഒരു കുറേ മൊബൈലുകളൊക്കെ വെച്ച് ലൈവിലാണ് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുള്ളത്. ഹീറോയുടെ അടുത്തായി തന്നെ ആ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹീറോയുടെ മകൻ ആരും കാണാതെ പതി എഴുന്നേറ്റ് പോവുകയാണ്. ഫസ്റ്റ് ആരും ശ്രദ്ധിച്ചില്ല, പിന്നീട് പെട്ടെന്ന് ഹീറോ മനസ്സിലാക്കിയ ശേഷം ഹീറോ അവനെ